ഡ്യൂഡ് സിനിമ കണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രദീപ് രംഗനാഥൻ, മമിത ബൈജു, ശരത് കുമാർ ഇവരൊക്കെ ഉണ്ട് ഈ പടത്തിൽ. പടം മൊത്തത്തിൽ കണ്ടു കഴിഞ്ഞപ്പം എവിടെയോ എന്തൊക്കെയോ ഒരു മിസ്സുള്ള ഒരു ഫീലാണ് തോന്നിയത്. കഥ ഇതിലെ ഒരു സ്റ്റോറിയുടെ കാര്യം പറയുവാണെങ്കിൽ കണ്ട് മടുത്ത ഒരു ഐറ്റമാണ്. പക്ഷേ ഇവരിതിൽ പ്രസൻറ്റ് ചെയ്തേക്കുന്നത് നമുക്ക് വലിയ ബോറടിക്കാതെയൊക്കെ കണ്ടിരിക്കാം. പിന്നെ ഇതിലെ കോമഡി കാര്യങ്ങളൊക്കെ നല്ല ടൈമിംഗ് കോമഡിയാണ്. അതൊക്കെ വർക്കൗട്ട് ആയിട്ടുണ്ട്. അതൊക്കെ ഞാൻ തിയേറ്ററിൽ ഇരുന്ന് എൻജോയ് ചെയ്തു. ഞാൻ മാത്രമല്ല, അവിടുത്തെ ക്രൗഡ് മൊത്തം നല്ല ചിരിയൊക്കെ ആയിരുന്നു. ഇതിൻ്റെ പഴയ പടങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ആ ഒരു സെയിം സാധനം, ആ ഒരു സെയിം കോമഡി, ആ ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ സിറ്റുവേഷൻ തന്നെ അതുപോലെയൊക്കെ തന്നെ. ഇപ്പം ഡ്രാഗണിൽ കണ്ടതാണെങ്കിലും ലവ് ടുഡേ കണ്ടതാണെങ്കിലും അതുപോലത്തെ സിറ്റുവേഷൻ കോമഡി ഒക്കെ തന്നെയാണ് ഈ സിനിമയിൽ. അപ്പം എനിക്ക് പേഴ്സണലി ഒരു കാര്യം തോന്നിയത്, പുള്ളി ഈ ഇങ്ങനെ തന്നെ പോയി കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ആൾക്കാരത് വെറുത്ത് തുടങ്ങും എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. ഇത് ഈ കാണിച്ച സാധനം തന്നെയാണ് പുള്ളി എല്ലാ സിനിമയിലും കാണിച്ചുകൊണ്ടിരിക്കണേ. പക്ഷെ എന്ന് പറഞ്ഞാൽ ഈ സിനിമയിൽ അത് വെറുപ്പീരായിട്ടൊന്നുമില്ല. ഈ സിമ്പിൾ സ്റ്റോറിയാണ്, നമുക്ക് പക്കായിട്ട് പ്രെഡിക്റ്റ് ഒക്കെ ചെയ്യാൻ പറ്റും. ഇതൊരു ഫണ്ണായിട്ട് കാണാൻ പറ്റിയ ഒരു പടമാണ്. വലിയ കഥയൊന്നുമില്ല, എന്നാൽ നമുക്ക് ഇത് കണ്ടു കഴിയുമ്പോൾ നമുക്ക് ചിരി വരും. പുള്ളിയുടെ കാട്ടായം കാണിക്കുമ്പോൾ ചിരി വരും. അങ്ങനത്തെ സെറ്റപ്പൊക്കെ ആണ് ഈ സിനിമ മൊത്തത്തിൽ. പിന്നെ ഇതിൽ എനിക്ക് എടുത്തു പറയേണ്ട ഒരു പെർഫോമൻസ് ഉള്ളതാണ് നമ്മുടെ ശരത് കുമാറിൻ്റെ. എൻ്റെ മോനെ, എനിക്ക് പേഴ്സണലി ഇതിൽ ഫേവറേറ്റ് ആയിട്ട് ഇഷ്ടപ്പെട്ട ഒരു പെർഫോമൻസ് ശരത് കുമാറിൻ്റെയാണ്. നല്ല രസമായിട്ട് കണ്ടിരിക്കാം. പിന്നെ എനിക്ക് ഈ സിനിമ കണ്ടിട്ട് കുറേ അവിടെ ഇവിടെയൊക്കെ ചിരിച്ച് ഇങ്ങനെ ഇരിക്കാം. വലിയ ബോറൊന്നും അടിക്കുള്ള ഭയങ്കര ഫാസ്റ്റ് ഫോർവേഡിലാണ് സിനിമ പോണത്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ലാഗോ കാര്യങ്ങളോ ഒന്നും തോന്നൂല. അങ്ങനത്തെ ഒരു പടം. അപ്പം എനിക്ക് ഈ പടം കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ എന്തൊക്കെയോ എവിടേക്കോ ഒരു തകരാറുള്ള ഒരു ഫീല്. പക്ഷെ ആ ഒരു ഫൺ വാച്ചാണ് പടം. സമയമുള്ളവർക്ക് പോയി സിനിമ കാണാവുന്നതാണ്. അപ്പം നിങ്ങളും ഈ പടം കണ്ടവരാണെങ്കിൽ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ.